Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about the types of leasing. The following are the different types of leasing. At first, financial lease. A financial lease is one which transfers substantially all the risk and rewards incidental to ownership to the lessee. Under this, lease title to the property may or may not be transferred to the lessee. ഒരു ഫൈനാൻഷ്യൽ ലീസ് എന്ന ടൈപ്പ് ഓഫ് ലീസിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഓണർഷിപ്പ്, അതായത് ഒരു അസറ്റിനെയാണ് നമ്മൾ ലീസ് ചെയ്യുന്നതെങ്കിൽ ആ അസറ്റുമായി റിലേറ്റ് ചെയ്തേക്കുന്ന എല്ലാവിധ റിസ്കിനെയും ആ അസറ്റുമായി റിലേറ്റ് ചെയ്തേക്കുന്ന എല്ലാവിധ റിവാർഡ്സിനെയും ലീസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ആരാണോ ലീസിന് എടുക്കുന്നത് അദ്ദേഹത്തിലേക്ക് എല്ലാവിധ റിസ്ക്കും റിവാർഡ്സും ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ലീസ് മെത്തേഡാണ് ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുക. അതായത് ഒരു പാർട്ടി ഒരു ലീസിക്ക് ഒരു എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യണം എന്ന് തോന്നുമ്പോൾ അത് പർച്ചേസ് ചെയ്യാനുള്ള ഹ്യൂജ് എമൗണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലാത്ത സിറ്റുവേഷനിൽ ഒരു ലീസ് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയും ആ ഒരു ലീസ് എഗ്രിമെൻറ്റ് വഴി മറ്റൊരാൾ ഒരു ലീസിംഗ് കമ്പനി ആ എക്യുപ്മെൻറ്റ് പർച്ചേസ് ചെയ്യുകയും ആ എക്യുപ്മെൻറ്റ് പർച്ചേസ് ചെയ്യാനുള്ള അതോറിറ്റി ഈ ഒരു ലീസിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് ലീസ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ലീസ് എന്ന ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ ഒരു ലീസിംഗ് കമ്പനി ഫിനാൻസ് പ്രൊവൈഡ് ചെയ്ത് എക്യുപ്മെൻറ്റ് പർച്ചേസ് ചെയ്യുന്നെങ്കിലും ആ ഒരു എക്യുപ്മെൻറ്റുമായി റിലേറ്റ് ചെയ്തേക്കുന്ന എല്ലാവിധ റിസ്ക്കും അതിൽ നിന്നും കിട്ടാൻ സാധ്യതയുള്ള എല്ലാവിധ റിവാർഡ്സിനും ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ലീസി അല്ലെങ്കിൽ ആ ഒരു ലീസ് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന ആ ആളിലേക്ക് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യുന്നൊരു മെത്തേഡാണ് ഫൈനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത്. ഇൻ എ ഫൈനാൻഷ്യൽ ലീസ്, ദ ലീസി സെലക്ട്സ് ദ എക്യുപ്മെൻറ്റ്, settles the price and terms of sale and arranges with a leasing company to buy it. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ലീസിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്, അതായത് എനിക്കിപ്പോൾ ഒരു എക്യുപ്മെൻറ്റ് പർച്ചേസ് ചെയ്യണം, എനിക്കത് മൊത്തത്തിൽ മേടിക്കാനുള്ള പൈസ എൻ്റെ ഇല്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഞാൻ ആ എക്യുപ്മെൻറ്റ് പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു, അതിനുള്ള സെയിൽ അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തു, പക്ഷേ എനിക്ക് അതിനുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അതുകൊണ്ട് ഒരു ലീസിംഗ് കമ്പനിയുമായി എഗ്രിമെൻറ്റിൽ വന്നു, ആ ഒരു ലീസിംഗ് കമ്പനി ആ എക്യുപ്മെൻറ്റ് മേടിക്കാനുള്ള പൈസ എനിക്ക് നൽകി. അപ്പോൾ അതിന് പകരമായി ഞാൻ ആ ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുകയും ആ ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്നതിന് പകരമായി ആ ലീസിംഗ് കമ്പനിക്ക് കൃത്യമായി റെൻറ്റ് നൽകിക്കൊണ്ടിരിക്കും. ഇതാണ് ഫൈനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത്. The lessee uses the equipment exclusively, maintains it, insures it and avails the after sale service and warranty. അപ്പോൾ ഇത്തരത്തിൽ പർച്ചേസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ് മൊത്തത്തിൽ യൂസ് ചെയ്യുന്ന ഞാനാണ് ലീസ് എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന ലീസി. അപ്പോൾ ഞാനായിരിക്കും ഈ എക്യുപ്മെൻറ്റ് ഉപയോഗിക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിന് ആവശ്യമായ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ മേടിച്ചത് സംബന്ധമായ ആഫ്റ്റർ സെയിൽസ് സർവീസസ് റെൻഡർ ചെയ്യുന്നത്, വാറണ്ടി ഉണ്ടെങ്കിൽ അതെല്ലാം ലഭിക്കുന്നത് എനിക്കായിരിക്കും, ഞാനാണ് ലീസി. പക്ഷേ ഇത് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക മാത്രമാണ് ഇവിടെ ലീസ് എഗ്രിമെൻറ്റ് വഴി ലീസിംഗ് കമ്പനി ചെയ്യുന്നത്. He also bears the risk of obsolescence as it stands committed to pay the rental for the entire lease period. അപ്പോൾ നമ്മളൊരു കൃത്യമായ ലീസ് പീരീഡിലേക്കാണ് ഈ ഒരു റെൻറ്റ് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ ഈ സമയത്ത് ആ ഒരു എക്യുപ്മെൻറ്റിന് എന്ത് നഷ്ടം വന്നാലും അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെൻറ്റ് കാരണം എന്ത് നഷ്ടം വന്നാലും അത് ബെയർ ചെയ്യേണ്ടത് ലീസി എന്ന രീതിയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ലീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എക്യുപ്മെൻറ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഫിനാൻസ് ഒരു ലീസിംഗ് കമ്പനി പ്രൊവൈഡ് ചെയ്യും, പക്ഷേ അതുമായി റിലേറ്റ് ചെയ്തേക്കുന്ന എല്ലാ റിസ്ക്കും റിവാർഡ്സും ആ ഒരു ലീസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അതിന് തക്കതായ റെൻ്റൽ കൃത്യമായിട്ട് പീരിയോഡിക്കായി കളക്ട് ചെയ്തൊരു മെത്തേഡുമാണ് ഫൈനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത്. The second type is operating lease. An operating lease is one which does not transfer substantially all the risk and rewards incidental to ownership to the lessee. അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഫൈനാൻഷ്യൽ ലീസിൽ പറഞ്ഞ പോലെ റിസ്ക്കും റിവാർഡ്സും കംപ്ലീറ്റ്ലി ഒരു ലീസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല. ഒരു ഓപ്പറേറ്റിംഗ് ലീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അസറ്റിനെ പർച്ചേസ് ചെയ്യും, അത് ഉപയോഗിക്കാനുള്ള റൈറ്റ് മറ്റൊരാൾക്ക് കൊടുക്കും, പക്ഷേ അതുമായി റിലേറ്റ് ചെയ്തേക്കുന്ന റിസ്ക്കും റിവാർഡ്സും എല്ലാം ആ ഒരു ഉപയോഗിക്കുന്ന ആളിലേക്കല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആ ലീസർ തന്നെയാണ് ബെയർ ചെയ്യുന്നത്. In this lease, the contractual period between
leaser and leasee is less than the full expected economic life of the equipment. അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത് ആ ഒരു എക്യുപ്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ലൈഫിലേക്കുള്ളതല്ല. ഒരു നിശ്ചിതമായ പീരീഡ് ഫിക്സ് ചെയ്യും, ഒരു ഷോർട്ട് ടേം പീരീഡ് ആയിരിക്കും. ആ ഒരു ഷോർട്ട് ടേം പീരീഡിലേക്ക് മാത്രമാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലീസ്, അതായത് ഒരു ലീസിങ് കമ്പനി ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുകയും അത് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ ഒരു ഷോർട്ട് ടേം പീരീഡിലേക്ക് ഉപയോഗിക്കാൻ നൽകുന്ന ഒരു മെത്തേഡാണ് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത്. This means that the lease is for a limited period, maybe a month, 6 months, a year or few years. The lease is terminable by stipulated notice as per the agreement. അപ്പോൾ ഇത്തരത്തിലൊരു ഓപ്പറേറ്റിംഗ് ലീസ് എപ്പോഴും ഒരു ഷോർട്ട് ടേം പീരീഡിലേക്ക് മാത്രമായിരിക്കാം. ചിലപ്പോൾ 1 month ആയിരിക്കാം, ചിലപ്പോൾ 6 months ആവാം, 1 year, few years. അങ്ങനെ ഒരിക്കലും ഒരു ലോങ് പീരീഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു പോകുന്നതായിരിക്കില്ല. ഒരു ഷോർട്ട് ടേം പീരീഡിലേക്ക് ഒരു അസറ്റിനെ ഉപയോഗിക്കാനുള്ള റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത്. ഏതൊരു സമയം വേണമെങ്കിലും ഒരു നോട്ടീസ് നൽകുന്നത് വഴി ഈ ഒരു ലീസ് എഗ്രിമെന്റ് ടെർമിനേറ്റ് ചെയ്യാനുള്ള അതോറിറ്റി ഈ ഒരു ഓപ്പറേറ്റിംഗ് ലീസിനുണ്ട്. Normally, the lease rentals will be higher as compared to other lease on account of short period of primary lease. The risk of obsolescence is enforced on the leaser, who will also bear the cost of maintenance. ഇത്തരത്തിൽ ഒരു ഓപ്പറേറ്റിംഗ് ലീസിന് കമ്പാരിറ്റീവ്ലി ഹയർ റേറ്റ് ഓഫ് റെൻ്റ് ആയിരിക്കും. കാരണം ഷോർട്ട് ടേം പീരീഡിലേക്ക് മാത്രമാണ് ലീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ റെൻറ്റ് കമ്പാരിറ്റീവ്ലി ഹയർ ആയിരിക്കും. പക്ഷേ നമ്മൾ നേരത്തെ ഫൈനാൻഷ്യൽ ലീസിൽ പറഞ്ഞ പോലെ ആ ഒരു അസറ്റുമായി റിലേറ്റ് ചെയ്തേക്കുന്ന റിസ്ക്കും മെയിൻ്റെനൻസും എല്ലാവിധ കോസ്റ്റും ലീസി അല്ല ബെയർ ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് ലീസിൻ്റെ അകത്ത് ഒരു ലീസർ, ലീസിംഗ് കമ്പനി തന്നെയാണ് ഇത്തരത്തിലുള്ള എല്ലാവിധ കോസ്റ്റും റിസ്ക്കും എല്ലാം ബെയർ ചെയ്യുന്നത്. Leverage lease. A leverage lease is a lease agreement that is financed through the leaser with the help from a third-party financial institution. In a leverage lease, an asset is rented with borrowed fund. ലിവറേജ് ലീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് സാധാരണ ഒരു ലീസ് എഗ്രിമെൻറ്റിൽ ഒരു പാർട്ടിക്ക് വേണ്ടി മറ്റൊരു ലീസിംഗ് കമ്പനി ഫണ്ട് പ്രൊവൈഡ് ചെയ്ത് അസറ്റ് പർച്ചേസ് ചെയ്യുകയും ആ അസറ്റിനെ മറ്റൊരു പാർട്ടി ഉപയോഗിക്കുകയുമാണ് നമ്മൾ സാധാരണമായ ഒരു ലീസ് എഗ്രിമെൻറ്റിൽ കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു ലിവറേജ് ലീസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ മേടിക്കുന്ന അസറ്റിൻ്റെ വാല്യൂ വളരെ വലുതായതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു ലീസിംഗ് കമ്പനിയെ കൊണ്ട് ഒറ്റയ്ക്ക് അത് ബെയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സപ്പോർട്ടോടുകൂടി, അതായത് ഈ അസറ്റിനെ പർച്ചേസ് ചെയ്യാൻ ലീസിംഗ് കമ്പനിക്ക് ഒറ്റയ്ക്ക് പറ്റാത്തത് കൊണ്ട് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയും കൂടെ ഈ ഒരു അസറ്റിനെ പർച്ചേസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കൊണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ലീസിനെയാണ് നമ്മൾ ലിവറേജ് ലീസ് എന്ന് പറയാം. എ ലിവറേജ് ലീസ് ഇസ് യൂസ്ഡ് ഫോർ ഫൈനാൻസിങ് ദോസ് assets which require very huge capital outlay. The outlay for purchase cost of the asset is generally crores of rupees having economic life of 10 years or more. ഇത്തരത്തിൽ ഒരു ലിവറേജ് ലീസ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹ്യൂജ് ക്യാപിറ്റൽ ഔട്ട്ലേ, അതായത് അസറ്റ്സിൻ്റെ പ്രൈസ് മിനിമം ക്രോർസ് എമൗണ്ട് വരുന്ന അത്തരത്തിൽ ഹ്യൂജ് ക്യാപിറ്റൽ ഔട്ട്ലേ വരുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ ലിവറേജ് ലീസ് കൂടുതലുമായി ഉപയോഗിക്കുന്നത്. Sale and leaseback. It is a type of lease in which a firm which has an asset sells it to the leasing company and gets it back on lease. The firm receives the sales price in cash and gets the right to use the assets during the lease period. The firm makes periodical rental payment to the leaser. സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന മെത്തേഡ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ലീസിംഗ് ആണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, അതായത് എൻ്റെ കയ്യിൽ ഒരു ലാൻഡ് പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ബിൽഡിംഗ് പണിയാനോ അതിനകത്ത് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല, റെഡി ക്യാഷ് എടുക്കാൻ എൻ്റെ കയ്യിലില്ല. അതപ്പോൾ ഒരു ലോൺ അവൈൽ ചെയ്യാനുള്ള സിറ്റുവേഷനിലുമല്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇത്തരത്തിൽ ഒരു ലീസിംഗ് കമ്പനിക്ക്, അതായത് ലീസിംഗ് കമ്പനിക്ക് നമ്മുടെ ആ പ്ലോട്ട് വിൽക്കുകയാണ്. ഈ ഒരു ലീസിംഗ് കമ്പനിക്ക് ആ ഒരു പ്ലോട്ട് വിറ്റിട്ട് ഈ ലീസിംഗ് കമ്പനിയുടെ കയ്യിൽ നിന്നും ഞാൻ തന്നെ ഇതിനെ ലീസ് ചെയ്യുകയാണ്. അതായത് എൻ്റെ സ്വന്തം അസറ്റിനെ ഞാൻ ഒരു ലീസിംഗ് കമ്പനിക്ക് വിൽക്കുകയും
ആ ലീസിങ് കമ്പനിയുടെ കയ്യിൽ നിന്നും ഞാൻ ആ സെയിം അസറ്റിനെ ലീസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എൻ്റെ കയ്യിൽ അസറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ആ അസറ്റ് ഉപയോഗിച്ച് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാനുള്ള റെഡി ക്യാഷ് എൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു അസറ്റ് ലീസിങ് കമ്പനിക്ക് സെയിൽ ചെയ്യുന്നത് വഴി എനിക്ക് റെഡി ക്യാഷ് എൻ്റെ കയ്യിൽ വരികയും ചെയ്തു. അറ്റ് ദ സെയിം ടൈം എനിക്ക് ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതിന് പകരമായി ഞാൻ ആ ലീസിങ് കമ്പനിക്ക് റെൻറ്റ് കൊടുക്കണം. അത് മാത്രമാണ് വ്യത്യാസം. അതായത് റെഡി ക്യാഷ് ഒരുമിച്ച് എൻ്റെ കയ്യിൽ വന്നു, അതിന് പകരമായി മാസാമാസം ഒരു റെൻ്റൽ മാത്രം ഞാൻ പ്രൊവൈഡ് ചെയ്താൽ മതി, എനിക്ക് ആ അസറ്റ് ഉപയോഗിച്ച് ബിസിനസ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ലീസിങ് എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന് പറയുന്നത്. Cross-border lease. It is international leasing which relates to a lease transaction between a leaser and lessee resided in different countries. രണ്ട് ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള പാർട്ടീസ്, അതായത് ലീസറും ലീസിയും രണ്ട് ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള ആൾക്കാരാണെങ്കിൽ അവർ തമ്മിലുള്ള ലീസിങ് എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ ക്രോസ് ബോർഡർ ലീസ് എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക് ലീസ്. It relates to transaction between a leaser and lease resided in the same country. സെയിം കൺട്രിയിലുള്ള രണ്ട് പാർട്ടീസ്, അതായത് ലീസർ ആൻഡ് ലീസി രണ്ടുപേരും ഒരു കൺട്രിയിൽ തന്നെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡൊമസ്റ്റിക് ലീസ്, അവർ തമ്മിലുള്ള ലീസ് എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ ഡൊമസ്റ്റിക് ലീസ് എന്ന് പറയുന്നത്. വെറ്റ് ലീസ് ആൻഡ് ഡ്രൈ ലീസ്. A wet lease is one where the leaser is responsible for full control and maintenance of leased asset. ഒരു വെറ്റ് ലീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ലീസറാണ് ഈ ഒരു കംപ്ലീറ്റ് അസറ്റിൻ്റെ മെയിൻ്റെനൻസും എല്ലാവിധ കാര്യങ്ങളും കോസ്റ്റും കൺട്രോളും ചെയ്യേണ്ടത്. അല്ലാതെ ആർക്കാണോ ലീസ് ചെയ്തേക്കുന്നത് അവരല്ല കംപ്ലീറ്റ് കൺട്രോളും മെയിൻ്റെനൻസും എല്ലാം ചെയ്യേണ്ടത്, ലീസർ തന്നെയാണ്. അതായത് ആരാണോ ലീസിന് പ്രൊവൈഡ് ചെയ്യുന്നത് അദ്ദേഹം തന്നെയാണ് അതിൻ്റെ മെയിൻ്റെനൻസ് എല്ലാം ചെയ്യേണ്ടത്. എ ഡ്രൈ ലീസ് ഇൻവോൾവ്സ് ദ പേയ്മെൻറ്റ് ഓഫ് ഇൻഷുറൻസ് ആൻഡ് മെയിൻ്റെനൻസ് കോസ്റ്റ് ബൈ ദി ലീസർ. ഒരു ഡ്രൈ ലീസ് എന്ന് പറയുന്നത് ആരാണോ ലീസിന് എടുക്കുന്നത് അവർ തന്നെയാണ് ഇൻഷുറൻസും മെയിൻ്റെനൻസും എല്ലാവിധ കോസ്റ്റും ബെയർ ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് ടൈപ്പാണ് വെറ്റ് ലീസ് ആൻഡ് ഡ്രൈ ലീസ്. ഒരു ലീസറാണ് മെയിൻ്റെനൻസും ഇൻഷുറൻസും എല്ലാം ചെയ്യുന്നതെങ്കിൽ അതിന് വെറ്റ് ലീസ് എന്നും, ഒരു ലീസി ആണ് ഇത്തരത്തിൽ മെയിൻ്റെനൻസും ഇൻഷുറൻസും എല്ലാം പേ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഡ്രൈ ലീസ് എന്നും പറയുന്നത്. Vendor leasing. A vendor leasing is one where the retail vendor tie up with the leasing company which gives financing option to the customers of the vendor to purchase a product. വെൻഡർ ലീസിങ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു സെല്ലിംഗ് കമ്പനി, ഫോർ എക്സാമ്പിൾ ഒരു ഓട്ടോമൊബൈൽ കമ്പനി, കാർ വിൽക്കുന്ന ഒരു ഓട്ടോമൊബൈൽ കമ്പനി ഒരു ലീസിംഗ് കമ്പനിയുമായി ടൈപ്പ് ചെയ്യുകയാണ്. ലീസിംഗ് കമ്പനി ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ബാങ്ക് ആവാം. അതായത് അവരുടെ കസ്റ്റമേഴ്സ്, ഒരു കസ്റ്റമർ കാർ മേടിക്കാൻ വരുമ്പോൾ ആ കസ്റ്റമറിന് ആ കാർ മേടിക്കാനുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക. അതിന് പകരമായി കസ്റ്റമർ മന്ത്ലി ഒരു റെൻ്റൽ പോലെ ഒരു ഫിക്സഡ് പീരീഡിലേക്ക് ആ എമൗണ്ട് തിരിച്ചടച്ചുകൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ വെൻഡർ ലീസിംഗ് എന്ന് പറയുക. ഒരു വെൻഡറിന്റെ കസ്റ്റമറിന് ഒരു ലീസിംഗ് കമ്പനി ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ വെൻഡർ ലീസിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ലീസിംഗ്. ഇറ്റ് ഈസ് എ ഫൈനാൻസിംഗ് അറേഞ്ച്മെന്റ് by which the leaser buys the property and rents it direct to the lessee. ഒരു ലീസർ ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്ത് ഡയറക്റ്റ് ഒരു ലീസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ലീസിംഗ് എന്ന് പറയുന്നത്. സിംഗിൾ ഇൻവെസ്റ്റർ ലീസിംഗ്. Under single investing leasing, all the money required to purchase the equipment comes from the same source. ഈ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ക്യാപിറ്റലിൻ്റെയും സോഴ്സ് ഒരു സിംഗിൾ സോഴ്സിൽ നിന്നാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സിംഗിൾ ഇൻവെസ്റ്റർ ലീസിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ക്യാപിറ്റലും ഒരു സിംഗിൾ സോഴ്സ് അല്ലെങ്കിൽ ഒരു സെയിം സോഴ്സിൽ നിന്നാണെങ്കിൽ അതിനെയാണ് സിംഗിൾ ഇൻവെസ്റ്റർ ലീസിംഗ് എന്ന് പറയുന്നത്. Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about the types of leasing.